ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇക്കൊല്ലത്തെ നമ്മളൊരു ചക്കച്ചുളനെ കൊണ്ട് ചിപ്സ് ആക്കുന്നതാണ്. പച്ച ചക്ക ഇതാ ഞാൻ ചെറിയതായിട്ട് ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. കണ്ടല്ലോ, കുറച്ചേ ആക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ആക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ആക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്കച്ചുള കുറേശ്ശെയായി ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. ഞാനൊരു ചുള ഇട്ടിട്ട് കാഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുത്താലോ. കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു അങ്ങനെ ആവട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും എല്ലാം റെഡിയാക്കിയിട്ട് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആയിക്കഴിഞ്ഞാൽ നമുക്കിത് അതിൻ്റെ അകത്തേക്ക് കുടഞ്ഞിട്ടെടുക്കണം. അപ്പോൾ വേഗം തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് മഞ്ഞളിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാങ്ങാം. എന്നിട്ട് നമുക്ക് അടുത്തിടാം. കണ്ട നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇനി അടുത്ത് ഇടട്ടെ കുറച്ച്. ഇതും അതേപോലെ തന്നെ ആവട്ടെ ഗൈസ്. ഇതും ആയിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. അപ്പം അടുത്തിടാം. അപ്പോൾ അതും അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, ഇത് തീർന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കോരിയെടുക്കുന്നതാണ്. എന്നിട്ട് ഞാൻ എത്ര ഉണ്ടാക്കിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണേ, ഇതാ അപ്പം ഇതാ ഗൈസ്, ചക്ക ചിപ്സ് കണ്ട. ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ടില്ലേ ഗൈസ്. ഇതാ അപ്പോൾ ഇത്രയാണ് ഞാൻ അത്രയല്ലേ ചുള എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ട് ഇതാ ഇടി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയിരിക്കൂ. വീണ്ടും ഞാൻ അടുത്ത മറ്റൊരു വീഡിയോവുമായിട്ട് വരാം. എന്നാൽ പിന്നെ ഓക്കേ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്.
ബൈ.